കോമളാംഗിം മാതംഗകന്യാം സതതം സ്മരാമി. ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേക്ഷു പാശാങ്കുശ പുഷ്പബാണ ഹസ്തേ നമസ്തേ ജഗദേകമാതാ. അടുത്ത 3 ദിവസങ്ങളിലായിട്ടാണ് ഈ 61ാമത്തെ വാർഷികാഘോഷം നടക്കുന്നത്. ഇത്തരത്തിലൊരു പ്രസ്ഥാനം 63 വർഷം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏതു കാലത്തും തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് കഴിവുറ്റ വ്യക്തികളായിരുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സക്രിയമായി പ്രവർത്തിച്ചിരുന്ന, തികഞ്ഞ സംഘാടകത്വവും ലീഡർഷിപ്പ് ക്വാളിറ്റീസുമുള്ള വ്യക്തികളായിരുന്നു ഏതു കാലത്തും തൃശ്ശൂർ കഥകളി ക്ലബിനെ നയിച്ചിരുന്നത്. അത് സ്ഥാപക പ്രസിഡൻ്റായ ഡോക്ടർ കെ എൻ പി ഷാരടി മുതൽ അത് കഴിഞ്ഞിട്ടുള്ള ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാടായാലും ശ്രീ കൃഷ്ണൻകുട്ടി മേനോനായാലും KPC നാരായണൻ ഭട്ടതിരിപ്പാടായാലും കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപിരിഞ്ഞ അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട് മുതൽ ഇന്ന് കഥകളി ക്ലബിനെ നയിക്കുന്ന ശ്രീ KP രാധാകൃഷ്ണൻ വരെയുള്ള ആളുകൾ അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 61 വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ കഥകളി അരങ്ങുകൾ സംഘടിപ്പിക്കുക, അത് കാണുവാൻ ആളെ കൂട്ടുക എന്നുള്ളതും മറ്റൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലം നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ പ്രതിമാസ കളികളിൽ 150നും 200നും ആളുകൾ അല്ലെങ്കിൽ ആസ്വാദകർ എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ക്ലബിൻ്റെ മികച്ച സംഘാടകത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇന്നിവിടെ സീനിയേഴ്സായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള സീനിയേഴ്സായിട്ടുള്ള കുറച്ച് ആളുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാധാകൃഷ്ണനായാലും കൃഷ്ണ മാഷായാലും നമ്മുടെ നാരായണ ചാക്യാരായാലും അങ്ങനെ സീനിയേഴ്സായിട്ടുള്ള കുറച്ച് ആളുകളും ഏത് പ്രവൃത്തിയും ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുള്ളതും ഏറ്റെടുത്ത പ്രവൃത്തികൾ വളരെ ഭംഗിയായി തീർക്കുവാനുള്ള ആർജവമുള്ള കുറേ ചെറുപ്പക്കാരും, ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രശാന്ത്, ഗോപികൃഷ്ണൻ, അനിൽകുമാർ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരുടെ നിരയുമായിട്ടുള്ള ഒരു ബ്ലെൻഡാണ് ഇന്ന് ഈ കഥകളി ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുതന്നെയാണ് ഇത്ര ഭംഗിയായിട്ട് നടക്കുവാനുള്ള കാരണവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും ഈ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ലെഗസി ഇനിയും മുന്നോട്ട് ഇതേപോലെ തന്നെ പോകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരിയായ ശ്രീ വിജയകുമാർ IRS ആണ്. ക്ലബിൻ്റെ നയപരമായിട്ടുള്ളതും ഭരണപരമായിട്ടുള്ളതും ആയ ഏത് പ്രതിസന്ധി വന്നാലും അതിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ട് ക്ലബിനെ നേർവഴിക്ക് നയിക്കുന്ന, യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു രക്ഷാധികാരി തന്നെയാണ് ശ്രീ വിജയകുമാർ മേനോൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഞാൻ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 വിശിഷ്ടാതിഥികൾ നമുക്കിന്നിവിടെ ഉണ്ട്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുക എന്നത് അധിക പ്രസംഗമാവുമെന്ന് എനിക്കറിയാം ഈ സദസ്സിൻ്റെ അടുത്ത്. എങ്കിലും ഗോപിയാശാൻ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരിയാണ് എന്ന് ഞങ്ങൾ തികഞ്ഞ അഭിമാനത്തോടെയും കുറച്ച് അഹങ്കാരത്തെയും ഉൾപ്പെട്ടാണ് എല്ലാവരോടും പറയാറ്. ഗോപിയാശാനെ ഞാൻ തികഞ്ഞ ബഹുമാനത്തോടെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Today we have a high privilege to have a guest of honor, Mrs. Amrita Mishra. She serves as the Principal Director of Income Tax for Kerala and Lakshadweep. So, welcome madam to this meeting. Apart from his professional capacity, she is an ardent art lover also. Her connection with this art and culture can be established in just 2 lines. Her husband is a well-known director and a script writer in Bollywood industry, Sanjay Tripadi, and her son is again an actor and a script director in Bollywood industry, Mr. Aman. So, Naman. So, welcome madam. On behalf of Kathakali Club, I welcome you to this meeting.
ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഡോക്ടർ KN പിഷാരടി സ്മാരക പുരസ്കാര സമർപ്പണമാണ്. ഈ പുരസ്കാര സമർപ്പണം തുടങ്ങിയ അന്ന് മുതൽ ഡോക്ടർ KN പിഷാരടിയുടെ കുടുംബമാണ് നമുക്കിത് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ തലമുറയാണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ആ കുടുംബത്തിൻ്റെ ഭാഗമായി റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ നാരായണൻ പിഷാരടിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഡോക്ടർ KN സ്മാരക പിഷാരടി പുരസ്കാരം തുടങ്ങിയ അന്ന് മുതൽ ഏറ്റവും അർഹമായ കൈകളിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾ എപ്പോഴും ഉറപ്പിക്കാറുണ്ട്. ഈ വർഷവും അതിന് വ്യത്യാസമില്ല. ഈ വർഷത്തെ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് ഇന്ന് കഥകളിച്ചണ്ടയിലെ മുൻനിരക്കാരിൽ ആളെന്നല്ല പറയേണ്ടത്, ഇന്ന് കഥകളിച്ചണ്ടയിലെ പ്രഥമസ്ഥാനീയനായ ശ്രീ കലാമണ്ഡലം ഉണ്ണീഷനാണ് നമ്മൾ നൽകുന്നത്. ഉണ്ണീഷേട്ടനെ തികഞ്ഞ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാര ജേതാവിനെ സദസ്സിന് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തുന്നത് കഥകളി ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ ഡോക്ടർ AN കൃഷ്ണനാണ്. കൃഷ്ണൻ മാഷെ ഞാൻ വേദിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നത് ശ്രീമതി ജയ അവണൂരാണ്. ഇന്ന് കഥകളി സംഘാടനത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങളിൽ വളരെ ശക്തിയായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ശ്രീമതി ജയ അവണൂർ. പ്രത്യേകിച്ച് അവരുടെ അച്ഛൻ CK നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം ചെയ്തിരുന്ന പല പ്രവൃത്തികളും സ്വമേധയാ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നിർവഹിച്ചു പോകുന്ന കാര്യം ചെറുതായി കാണാൻ പറ്റില്ല ഞങ്ങൾക്ക്. ശ്രീമതി ജയ അവണൂരിനെ ഞാൻ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ പ്രശാന്ത് മേനോൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി യോഗത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയതും അതുപോലെ തന്നെ തുടർന്നുള്ള കഥകളി ആസ്വദിക്കാൻ എത്തിയതുമായ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തികൾ, പ്രത്യേകിച്ചും പരാമർശം അറിയിക്കുന്ന പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതസ്ഥാനീയായ ശ്രീമതി അമൃത മിശ്ര, ക്ലബിൻ്റെ മറ്റ് ഭാരവാഹികൾ, കഥകളി പ്രേമികളായ നല്ല നാട്ടുകാരെ, അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നത് കഥകളി ക്ലബ്ബ് നടത്തിയ ഒരു പരിപാടിയിൽ ഗോപിയാശാനെയാണ് അധ്യക്ഷനായി വെച്ചത്. അന്ന് അദ്ദേഹം വന്ന് മുൻപിൽ പറഞ്ഞു, അധ്യക്ഷന് എന്തും ആവാം, അതുകൊണ്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. എനിക്കൊരു സോർ ത്രോട്ടുള്ളത് കൊണ്ട് അധികം സംസാരിക്കാനായിട്ട് നിവൃത്തിയില്ല. ഇവിടെ 2 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ എന്താണെന്ന് ഈ കഥകളി പ്രേമികളായിട്ടുള്ള പലരും വിചാരിക്കും. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലെ അവർക്ക് അവരുടെ കാര്യം നോക്കിയിരുന്നാൽ പോരെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വന്നേക്കാം. എനിക്ക് കഥകളി ക്ലബ്ബുമായിട്ട് 30 വർഷത്തിലധികം പഴക്കമുണ്ട്. എന്നെ മുൻപും പല വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. കഥകളി ക്ലബ്ബിലേക്ക് ഒരു കഥകളിയോട് താല്പര്യം ഉണ്ടാക്കിയത് യശസ്വര്യനായ ശ്രീ കൃഷ്ണൻകുട്ടി മേനോനും ശ്രീ നമ്പ്യാരുമായിരുന്നു. 1992. അന്ന് മുതൽ എനിക്ക് കഥകളി ക്ലബ്ബുമായിട്ട് ഒരു ബന്ധമുണ്ട്. കുറേ നാൾ കേരളത്തിൽ നിന്നും പുറമെ പോയപ്പോൾ ആ ബന്ധം നിന്നു. അതിനിടയിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് സെൻറ്റർ നാഷണൽ അക്കാഡമി ഓഫ് ഡയറക്റ്റ് ടാക്സസ് നാഗപ്പൂരിൽ കഥകളിയുമായിട്ട് ഒരു എക്സ്പോഷർ ടു കഥകളി എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അവിടെ കഥകളി കാണിച്ച് കഥകളിയുമായിട്ട് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. അന്ന് തൃശ്ശൂരിലായതുകൊണ്ട് എന്നോട് അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചർ കേരള ഗവൺമെൻറ്റിന് എഴുതി. അവർക്ക് എഴുതാനാണ് അവിടുന്ന് നിർദ്ദേശം വന്നത്. പക്ഷെ അവരതിൽ യാതൊരു താല്പര്യം എടുത്തില്ല. അങ്ങനെയാണ് കഥകളി ക്ലബ്ബ്, അന്ന് കൃഷ്ണൻകുട്ടി മേനോനും ശ്രീ നമ്പ്യാരും എല്ലാം ഭാരവാഹികളായിരുന്നു, അവരോട് അഭ്യർത്ഥിച്ചു. അവരുടനെ തന്നെ ഒരു കഥകളി ടീമിനെ ഇവിടുന്ന് കേരള എക്സ്പ്രസ്സിലാണ് പോയത്. ആ ടീമിൻ്റെ നേതാവ് കലാമണ്ഡലം ഗോപിയാശാനായിരുന്നു. അവിടെ ചെന്ന് ഗംഭീരമായിട്ടുള്ള കഥകളി നടത്തി. അതിന് വളരെ വലിയ രീതിയിൽ, അന്ന് പിന്നെ വാട്സപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികമൊന്നും വന്നില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ കഥകളി ക്ലബ്ബുമായിട്ടുള്ള ബന്ധം. ഇനി അമൃത മിശ്രയെ കുറിച്ച് പറഞ്ഞാൽ, അവർ ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥയാണ്, ബേസ്ഡ് ഇൻ ബോംബെ ആണ്. അവർക്ക് കലയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്.
അവർക്ക് കലയോട് വളരെ വലിയ താല്പര്യമുണ്ട്. കണ്ണൂരിൽ പോയി തെയ്യം കണ്ടിട്ടുണ്ട്, തിറ കണ്ടിട്ടുണ്ട്. പിന്നെ അവരുടെ കുടുംബപരമായിട്ട് തന്നെ അവർക്ക് പലരുമായിട്ടും പല കലാകാരന്മാരുമായിട്ട് ബന്ധമുണ്ട്. നേരത്തെ രാജീവ് സൂചിപ്പിച്ച പോലെ അവരുടെ ഭർത്താവ് സഞ്ജയ് ത്രിപാഠി ബോംബെയിലെ ഒരു വെൽ നോൺ ഡയറക്ടറാണ്. കഴിഞ്ഞ വർഷം 2024 ബിന്നി ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു. നിരവധി സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോളിവുഡിൽ നിരവധി പേരുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കേട്ട് കാണില്ല. അവരുടെ ഏക മകനും ഇതേ രംഗത്ത് തന്നെയാണ്. അപ്പോൾ കലയുമായി വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി അമൃത മിശ്ര. പിന്നെ അവരുടെ ഒരു സ്ഥാനത്തെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. അവർ കേരളത്തിലും ലക്ഷദ്വീപിലും ഉള്ള ഇൻകം ടാക്സ് ഇവേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് വെട്ടിക്കുന്ന ആളുകൾ, അവരെ റെയ്ഡ് നടത്തുന്നതിൻ്റെ ഫുൾ ചാർജാണ് അവർക്ക് കേരളത്തിലും ഇതിലും. ഷീസ് ഇൻ ചാർജ് ഓഫ് കണ്ടക്ടിങ് ഇൻകം ടാക്സ് റെയ്ഡ്സ് വിച്ച് ആർ ആക്ച്വലി കോൾഡ് സെർച്ചസ് ഫോർ ദി സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ലക്ഷദ്വീപ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഉടമ സൂയിസൈഡ് ചെയ്തു. പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ബാംഗ്ലൂർ വെച്ചിട്ട് ചെയ്തു. ആ സ്ഥാപനം കേരളത്തിലാണ് അതിൻ്റെ ഓഫീസ്. ആ സ്ഥാപനത്തിന് റെയ്ഡ് നടത്താനുള്ള ഓതറൈസേഷൻ എന്ന് പറയും, വാറണ്ട് ഓഫ് ഓതറൈസേഷൻ ഇഷ്യൂ ചെയ്തത് ഈ മാഡമാണ്. അതിന് ഒരുപാട് ധൈര്യം ആവശ്യമുണ്ടായിരുന്നു. അതിനുശേഷം അവർക്ക് ഒരുപാട് ഷീ ഹാഡ് അണ്ടർഗോൺ ട്രെമൻഡസ് മെൻ്റൽ ഹാരസ്മെൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഇൻക്ലൂഡിങ് ദി മീഡിയ. ഇൻകം ടാക്സ് റെയ്ഡ് കാരണമാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത് എന്ന് പറഞ്ഞു. ആ സമയങ്ങളിൽ മാതൃഭൂമി മനോരമ ചാനലിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പം ഞാൻ റിട്ടയേർഡ് സർവീസിലുള്ള ആളും ആരും വരില്ല അതിന്. റിട്ടയേർഡ് ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്നെ അവർ ചാനലിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ആ 2 ചാനലിലും പോയി ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അങ്ങേയറ്റം ന്യായീകരിച്ചു. കാരണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹാരസ്മെൻറ്റ് കൊണ്ടല്ല അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്, അതിന് മറ്റ് കാരണങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ചെയ്യില്ല. കാരണം ഞാൻ ഇതേ പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഇത് നടത്തുന്നതെന്ന്. പലരും അതിനെ എതിർപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ് ഹാവ് പ്രൂവ്ഡ് ദാറ്റ് വാട്ട് ഐ ഹാവ് സെഡ് ഈസ് ട്രൂ ആൻഡ് ഹി കമ്മിറ്റഡ് സൂയിസൈഡ് നോട്ട് ബിക്കോസ് ഓഫ് എനി ഇൻകം ടാക്സ് റെയ്ഡ് ബട്ട് ബിക്കോസ് ഓഫ് എക്സ്ട്രേനിയസ് റീസൺസ് വിച്ച് ആർ നോട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അന്ന് കുറേയധികം ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഉണ്ടായതാണ്. ചില ന്യൂസിൽ പറഞ്ഞു അവരെ പ്രതിയാക്കും, ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കും, അറസ്റ്റ് ചെയ്യും, ജയിലിലാക്കും എന്നെല്ലാം ഉള്ള തരത്തിലുള്ള പല റൂമേഴ്സൊക്കെ ആണ്. പക്ഷെ അവരിവിടെ വരാൻ കാരണം ഞാൻ അവരുമായിട്ട് പരിചയപ്പെട്ട ശേഷം ഞാൻ കഥകളി ക്ലബിൻ്റെ പേട്രനാണ് എന്ന് എൻ്റെ വിസിറ്റിംഗ് കാർഡിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കഥകളി കാണാൻ താല്പര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എല്ലാ മാസവും ഉണ്ട്. അപ്പോൾ ഓരോ മാസവും അവർക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയക്കും. പക്ഷേ ആ മാസങ്ങളിലൊക്കെ അവർ മറ്റ് പല കാരണങ്ങളെ കൊണ്ട് ഇവിടെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആവും. അപ്പോൾ അവസാനം മെയ് മാസത്തിൽ വരാമെന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു നമുക്ക് അവരെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് തന്നെ വിളിക്കാം, അവരെ ഒരു സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരെ ഇവിടെ ചീഫ് ഗസ്റ്റ് ആക്കിയത്. അപ്പം ഒരു കഥകളിയോട് അങ്ങേയറ്റം ആദ്യം അവർ ഗോപിയാശാനെ കുറിച്ചൊക്കെ എനിക്കറിയുന്നേക്കാൾ കൂടുതൽ അവർക്കറിയാം. വാനപ്രസ്ഥം സിനിമ അവർ കണ്ടിട്ടുണ്ട്, മോഹൻലാലിനെ കുറിച്ച് അറിയാം, സിനിമ ഫീൽഡുമായിട്ട് ബന്ധമുള്ളതാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് വെച്ചാൽ ഈ പൂച്ചയ്ക്ക് പൊന്നുമായിട്ട് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ടാണ് വന്നത് എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അപ്പോൾ മറ്റ് ഒരു നീണ്ട പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനാക്കിയ ക്ലബിൻ്റെ പ്രസിഡൻറ്റിനോടും മറ്റ് ഭാരവാഹികളോടും അങ്ങേയറ്റം നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഗോപിയാശാനെ പോലെയുള്ള ഒരു മഹാരഥൻ, അദ്ദേഹം അതികായൻ, എത്ര വാക്കുകൾ പറഞ്ഞാലും കലാരംഗത്തും കഥകളി രംഗത്തും അദ്ദേഹത്തിനെ പോലെയുള്ള സമശേഷനായിട്ടുള്ള ഒരു വ്യക്തിയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയുമായിട്ട് ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്ന ആളാണ്. ഒരു സ്റ്റേജ് പങ്കിടുക എന്ന് പറയുന്നത് വളരെ വലിയ ബഹുമതിയാണ്. ആ ഒരു ബഹുമതി എനിക്ക് തന്നതിലും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. With your permission, I'll speak in English. My Malayalam is limited to Sheri Sheri and Turvelam. Respected Padma Shri Kalamandalam Gopiji, respected
P.K. Vijay Kumar sir, my senior from the IRS, and always has been a beacon of guiding light for me and all of us. Office bearers of the Thrissur Kathakali Club, ladies and gentlemen, since I am in Kerala, Namaskaram. It is my great honor to share space with someone in whom Goddess Saraswati resides, Padma Shri Kalamandalam Gopiji, whose talent I first witnessed when I saw this movie called Vanas Pratham. Vana Pratham. Sir, you'll have to excuse me. So you trained your Shishya Mohanlal ji very well, and congratulations, I think he won the national award for it. And I'm also told, and when I can see, I can quite understand, that when Sir puts on makeup, his is the most radiant and romantic face. Sir, I hope I will be able to see you with makeup soon. And it is the foresight of Sir and his dedication to Kathakali that not only did he go to Nagpur, but to other parts of the country, across the seas, and in the world, Kathakali is now a recognized dance form. And it is through your efforts of this state of this university, that a performing arts university has been established in Kerala is itself, and that too in 1965, is completely mind-boggling. It is amazing. You people are you truly have a lot of foresight. It is really my honor to be here today. I have been in your state for more than around, I think, 1.5 years. And I've seen each and every part of your state. I don't think there is any part of your state that I have not seen. And I find that Kerala is a living masterpiece. I am so impressed by your state. Because you not only do lots of effort to conserve its natural beauty, but you also preserve its art and culture. It is truly, I went to Kannur to see Thayyam. I got up at 2:45 in the morning, drove for 1 hour, went and saw Thayyam. I have seen shadow puppetry by your Padma Shri, the one who does with lamps and leather. Yes, Ramachandran. I've seen, Kathakali was one thing that was, I was not able to see the original form of Kathakali, and whenever Sir did invite me many times, but I simply did not have time because of various reasons in the past 3 months, you know why. So Kathakali, and what is inspiring in your state is the commitment even the younger generation have to learn the art. Today, when everyone is doing reels, making reels, completely immersed in social media, at least you have your younger generation coming out and trying to learn an art form, whichever art form, Kathakali, Mohiniyattam, whatever. And also, it is because of institutions like your Kerala Kalamandalam, which I think they are pillars of conservation of culture. They pass on culture from one generation to the next. What I read with what Mr. Prasad sent me, it was established in 1965, you got a formal society certificate in 1968. This is your 61st year. But in this 60 years, you have taken dance and art, which were temple traditions. Imagine the amount of effort that would have gone to. You took out the dance from the temple, you formatted it so that you could preserve its dignity and put it on stage. It could not have happened had it not been for the chairmanship and the patronage of all of you who put so much of trouble to, and time and dedication to do such a thing. Congratulations to all of you again. Now, as far as Kathakali is concerned, I have seen Kathakali years ago when I took my son for a play, a Ramayan play in NSD, National School of Drama, Delhi.
My mother, my son, and I had gone. And when the last part of the play came, we had Ravan in the form of who was performing the Kathakali. It was a dance drama with all dancers there. But Ravan was who he was doing Kathakali, and my son would have been 5 years old, and he was so impressed. Sorry, he is here, he couldn't come today, and he's feeling really bad about it. But it was the first time he saw Kathakali, the first time I saw Kathakali, and we were really, really impressed. What a beautiful dance. It's actually just not a dance. It's an experience. It is history. It is devotion. And it is one form of art which demands respect. It demands recognition. It demands the right environment. Because it's sacred in its essence. See, even the preparation for the Kathakali performance, what I saw in Thayyam, and I know that same happens in Kathakali, it reflects its intensity. Imagine just before giving a performance, you are having a 3-hour makeup schedule where you are lying still so that a makeup artist can put makeup on you. Can you imagine the amount of patience, fortitude, endurance, physical tolerance which is involved? And in today's fast world, when everyone, even YouTube videos we see at 1.x speed, you have someone and a youngster staying still for 3 hours so that makeup will be put, then he will dress up and then go for performance. This is dedication. This is discipline. And the other thing that actually impressed me when I saw, and I know that all of you are more knowledgeable about the dance than I am, but what I know is that the face has 43 muscles, and you learn. I think the Kathakali performers learn how to control each and every of those 43 muscles, so that each and small tightness or loosing of the forehead, the eyebrows, the eyes, the nose, the cheek, the lips, the chin, the expressions changes. Isn't it so, sir? So, your whole facial expression, your mudras, your steps, your dancers, your musicians, it's not dance, it's a trance, it is some other level of spirituality. There's another thing that I find extremely, and something which you also should be so extremely proud of. I come from very far away, but Kerala is a state which is very connected to its roots. You are one of the most, I think it's the most developed state of the nation. You are the most literate. You have the largest diaspora living abroad, but still all of you are connected to your roots. And that is not compulsion. You are connected because you want to connect. And that is reflected in your traditions. The way you do, even small temples have traditions. The way you all dress up in your traditional attire. The way you eat with your hands. That is also something that you have retained. And that is so exquisite. Kerala actually teaches a powerful lesson. It says that with progress, you can have culture. When you progress, you can take your culture along. Traditions don't fade. And in fact, development, I think, heeds that the tradition and culture are preserved. Because if the roads are well developed, I am able to reach my temple, which is near my village, faster. I do not have to take 5 days leave, or 1 day CL is enough. I do not know what you people take. We take casual leave. So Kerala, I think, is a wonderful, exquisite state. And Kathakali stands as a shining symbol of this truth, a reminder that art, tradition, culture, dedication still have a place in this modern world. It gives me great pleasure to inaugurate this 3-day function of yours.
And I end with this shlok dedicated to Goddess Saraswati. Ya kyundendu tushar har dhavla, ya shubhra vastrabrata, ya veena vardhan mandit kara, ya shwet padmasana, ya brahmachyut shankaram prabhitibhir, dishchesh dadyapaha, saman patu, Saraswati, Bhagwati, devai jadyapaha. Thank you. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള മഹനീയരെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇന്ന് ഇവിടെ ഈ പുരസ്കാരം ലഭിച്ച കലാമണ്ഡലം ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുത്തുക എന്ന ജോലിയാണ്. എന്നേക്കാൾ കൂടുതൽ ഉണ്ണികൃഷ്ണൻ്റെ കൊട്ട് കേട്ടിട്ടുള്ളവർ ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും, പരിചയമുള്ളവരുണ്ടാവും. തൃശ്ശൂർ ക്ലബ്ബിൽ വന്നു നിന്നുകൊണ്ട് കലാമണ്ഡലം ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയുക എന്നുള്ളതൊരു അധിക പ്രസംഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഔപചാരികതയുടെ പേരിൽ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. അത് പറഞ്ഞാൽ അധിക പ്രസംഗമാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് എഴുതി കൊണ്ടിട്ടുണ്ട്, അത് വായിക്കുകയാണ് ചെയ്യുന്നത്. കഥകളി മേളത്തെ പരിഷ്കരണങ്ങളിലൂടെ കലാമണ്ഡലം ശൈലി എന്ന തനതായൊരു വാദന സമ്പ്രദായമായി മാറ്റിയെടുത്ത കലാകാരന്മാരുടെ പരമ്പരയിലെ പ്രധാന കണ്ണിയാണ് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. ഗവേഷണമൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയാൻ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ആശാൻ്റെ ഓരോ ഇതിന് ഏറ്റവും കൂടുതൽ ആശാന് കൊട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഉണ്ണികൃഷ്ണനായിരിക്കുന്നത് ഉള്ളവരിൽ. കഥകളിച്ചണ്ടയിലെ അതികായനെന്നോ പരിഷ്കർത്താവ് എന്നോ വിശേഷിപ്പിക്കാവുന്ന മൂത്തമൻ നമ്പൂതിരിയുടെ ശിഷ്യപ്രശിഷ്യനാണ്. പല്ലശന ചന്ദ്രമന്നാടിയാരും കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാളുമാണ് ഉണ്ണികൃഷ്ണൻ്റെ കലാമണ്ഡലത്തിലെ ഗുരുനാഥന്മാർ. ഇവരിൽ ചന്ദ്രമന്നാടിയാരുടെ ഗുരു മൂത്തമനയുടെ ശിഷ്യനായിരുന്ന കോട്ടയ്ക്കൽ കുട്ടന്മാരാരാണ്. ഇങ്ങനെ വലിയൊരു വാദന പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന കലാകാരൻ എന്ന സവിശേഷത കൂടി ഉണ്ണികൃഷ്ണനുണ്ട്. എന്നാൽ കളരിയിൽ സ്വായത്തമാക്കിയത് മാത്രമല്ല, അതിനോടൊപ്പം സ്വന്തം പ്രതിഭയിലൂടെ നിർമ്മിച്ചെടുത്ത തനതായ വാദന ശൈലിയാണ് ഉണ്ണികൃഷ്ണനെ ഈ മേഖലയിലെ സാദൃശ്യമില്ലാത്ത കലാകാരനാക്കി മാറ്റിയത്. കഥകളി പോലൊരു കലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പ്രകടനത്തെയോ പ്രകടനം നടത്തുന്ന കലാകാരനെയോ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ 3 പ്രധാന വസ്തുതകൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കലയുടെ ഘടനാപരമായ പൂർണ്ണതയാണ്. ഇത് കളരിപാഠങ്ങളിലൂടെ നേടിയെടുക്കുന്നതാണ്. ഭാവാംശം എത്രമാത്രം നിർലീനമായിരിക്കുന്നു എന്നതാണ് രണ്ടാമതായി ആലോചിക്കേണ്ടത്. ഇതാകട്ടെ മറ്റു പലരുടെയും പ്രകടനം കണ്ടും കേട്ടും ചിന്തിച്ചും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മൂന്നാമത്തേത് കലാസൃഷ്ടിയിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സൗന്ദര്യമാണ്. ഇതിന് അടിസ്ഥാനമായത് കലാകാരൻ്റെ പ്രതിഭയും സർഗശേഷിയുമാണ്. ഇത് മൂന്നും ഉണ്ണികൃഷ്ണനിൽ അത്ഭുതാവഹമായ രീതിയിൽ സമന്വയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 3 സംഗതികളോടൊപ്പം മറ്റൊന്ന്, ഒതുക്കം എന്നൊരു ഘടകം കൂടി ഉണ്ണികൃഷ്ണൻ ചേർത്ത് വച്ചു. ഒട്ടും അമിതമാകാത്ത കൊട്ട്, നടന ചലനങ്ങളായാലും പാട്ടായാലും കൊട്ടായാലും അമിതമായാൽ അരോചകമാണ്. മിതം ച സാരം ച വചോഹി വാഗ്മിത എന്ന തത്വം കലയിലും പ്രസക്തമാണ്. ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടിൻ്റെ മനോഹാരിത ഈ ഒതുക്കം തന്നെയാണെന്ന് തീർത്ത് പറയാനാകും. സംവേദനക്ഷമമായിരിക്കുക എന്നതാണ് കലയുടെ ലക്ഷ്യം. കമ്മ്യൂണിക്കേഷനാണ് കലയുടെ ലക്ഷ്യം. അതേസമയം അതിന് കൃത്യമായി കളരിപാഠമുണ്ട്. കളരിപാഠം ഒരു അസംസ്കൃത രൂപമാണ്. അതെങ്ങനെ പ്രകാശിപ്പിക്കുന്നു എന്നിടത്താണ് സംവേദനം സാധ്യമാകുന്നത്. ഉദാഹരണത്തിന്, ഉത്ഭവത്തിൽ ത്രിപുടയുടെ ദ്രുതകാലത്തിലുള്ള ക്രമമായ മാറ്റം ഇന്ന സ്ഥാനങ്ങളിൽ എന്ന നിയമമുണ്ട്. ഇതാണ് കളരിപാഠത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞത്. ഇത് കളരിയിൽ പരിശീലിക്കുന്നതാണ്. എന്നാൽ മുദ്രയെ അനുസ്യൂതം പിന്തുടർന്ന് നടൻ്റെ ചലനങ്ങൾക്കനുസൃതമായി മേളം ഇണക്കിച്ചേർക്കുമ്പോൾ മാത്രമാണ് അത് സംവേദനക്ഷമമാകുന്നത്.
കുഞ്ചുനായരാശാനെക്കുറിച്ച് പറയുന്ന ഒരു ലേഖനത്തിൽ കുമ്മിണി പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. കുമ്മിണി എന്നൊരു വലിയ ഒരു ആസ്വാദകനുണ്ടായിരുന്നു. അദ്ദേഹം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പുറപ്പാടെന്ന് പറഞ്ഞൊരു ഗ്രന്ഥമൊക്കെ ഉണ്ട്. താമരയ്ക്ക് കഥകളിയിൽ മുദ്രയുണ്ട്, എന്നാൽ പ്രേമതാമരയ്ക്ക് ആ മുദ്ര പോരാ. ഇതാണ് കുമ്മിണി കുഞ്ചുനായരാശാനെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് പറയുന്നത്. ഇവിടെ നടൻ്റെ സർഗശേഷിയാണ് പ്രവർത്തിക്കേണ്ടത്. കൊട്ടിനും ഇപ്പറഞ്ഞത് ബാധകമാണ്. നളചരിതം 2-ാം ദിവസത്തിൽ, ഒരു ക്ഷമിക്കട്ടോ ഞാൻ പറയുന്നത്, നളചരിതം 2-ാം ദിവസത്തിൽ കിസലയാധര എന്നിടത്ത് കിസലയം വിരലുകൾ ഇളക്കി നെറ്റിക്ക് നേരെ പിടിച്ച് കാണിച്ച് കൈകൾ അടുത്ത മുദ്രയ്ക്കായി പെട്ടെന്ന് താഴേക്ക് കൊണ്ടുവരുന്നു. കിസലയത്തിന് നേരിയ ഉരുൾകോലാണ്. ഇതെല്ലാവരും ചെയ്യുന്നതുമാണ്. ഉണ്ണികൃഷ്ണൻ ഉരുൾകോൽ ഡ്രർ എന്ന് കേൾപ്പിച്ച് താഴേക്കുള്ള കൈകളുടെ ചലനത്തിന് ചെണ്ടയുടെ ശബ്ദം ക്രമേണ കൂട്ടി താഴേക്ക് എത്തുന്നതോടെ ഡി എന്ന നേർകോലിൽ അവസാനിപ്പിക്കുന്നു. തുടർന്ന് നവയൗവനം എന്ന ഭാഗത്തിന് മുമ്പ് കൈയിടുന്നതിലും ഉണ്ണികൃഷ്ണന് സവിശേഷമായ പ്രയോഗരീതിയുണ്ട്. കൈകൾ മുമ്പിലിങ്ങനെ പിടിച്ച് സാവധാനം അകറ്റുന്നിടത്ത്, ഒന്നാം പതികാലത്തിലാണ് അതെന്നുള്ളത് ഓർക്കുക, സാവധാനം ഇങ്ങനെ അകറ്റുന്നിടത്ത് കൈകൾ അകലുന്നതിനനുസരിച്ച് ശബ്ദം കൂട്ടി കൈകൾ താഴേക്ക് വീഴുന്നതോടെ ഡ്രും എന്ന് ചെണ്ടയിലും ആ ചലനം കേൾപ്പിക്കും. അപ്പോൾ ആ വിരലുകൾ വീഴുകയാണ്, അവിടെയാണ് ഡ്രും എന്നുള്ള ശബ്ദം വരും. മറ്റേതല്ല ഡും എന്നേ ഉള്ളൂ, കൈ ഒന്നിച്ച് വരിക. ഇവിടെ ആ വിരലുകൾ ഇങ്ങനെ തൂങ്ങിയിട്ടാണ്, അവിടെയാണ് ഡ്രും എന്നുള്ള ശബ്ദം വരുന്നത്. ഇത് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാതെ. സന്ദർഭാനുസൃത മുദ്ര എന്ന പോലെ മേളവും, ഇതാണ് ഉണ്ണികൃഷ്ണൻ്റെ കലാദർശനം. ഉത്ഭവത്തിൽ വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്ന ഒട്ടും നിസ്സാരമല്ല എന്ന രാവണൻ്റെ എന്നിടത്ത് ഒട്ടുമിക്കവരും മുദ്ര വിടുന്നത് ശക്തിയായ നേർകോലാണ്. ഉണ്ണികൃഷ്ണൻ്റെ ഉത്ഭവം അധികമൊന്നും ഞാൻ കൊട്ടി കണ്ടിട്ടില്ല, ഉണ്ണികൃഷ്ണൻ കൊട്ടുന്നത് കേട്ടില്ല. പക്ഷേ അടുത്ത കാലത്ത് ഒന്ന് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു ശബ്ദം കേൾക്കുന്ന ഒട്ടും നിസ്സാരമല്ല എന്നിടത്ത് ഒട്ടും മിക്കവരും മുദ്ര വിടുന്നത് ശക്തിയായ നേർകോലാണ് കേൾപ്പിക്കുക. മുദ്ര വിടുന്നിടത്ത് ഉണ്ണികൃഷ്ണൻ അവിടെ ഗിണിം എന്ന് ചെണ്ടയുടെ വക്കിൽ ചെറുതായൊന്ന് കോൽ നിരക്കി പോവുകയുള്ളൂ. അതേസമയം കിർമീരവധത്തിൽ നാണമില്ലയോ, ഒരു നാണമില്ലയോ, വേഷൻ്റെ നാണമില്ലയോ നമുക്ക് എല്ലാം സുപരിചിതമാണല്ലോ. നാണമില്ലയോ എന്നിടത്ത് ഒരു ഒട്ടും എന്ന് ഉള്ളത് 2 കോലും അമർത്തിക്കൊട്ടിയാണ്. സുഭദ്രാഹരണത്തിൽ ഒട്ടും മറ്റൊരു രീതിയിലാണ്. ഇനി ഉത്ഭവത്തിൽ വിമാനം പോകുമ്പോൾ ഗിട 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 ഗിട, ഇത് ആ ഒരു ത്രിപുടയുടെ ആ ഒരു ഘടനയിൽ ഇങ്ങനെ കൊട്ടാണ്. അവിടെ ഇങ്ങനെ ഗിട 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 ആ 3 ഇതായിട്ട് ഇങ്ങനെ കൊട്ടിപ്പോകുമ്പോൾ അവിടെ ഈ ഗിട 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 എന്ന് വരുന്നത് കാലം കയറ്റും. വിമാനം ഇങ്ങനെ അടുത്ത് വരുമ്പോൾ മിക്കവാറും പേര് ശബ്ദം കൂട്ടുകയാണ് ചെയ്യുക അവിടെ. പക്ഷെ ഉണ്ണികൃഷ്ണൻ അതല്ല, ഉണ്ണികൃഷ്ണൻ അവിടെ കാലം കയറ്റുകയാണ്. ഇങ്ങനെ കയറ്റിയിട്ട് അവസാനം എന്ന് പറഞ്ഞിട്ട് എവിടേക്കും ഇങ്ങോട്ട് വരുമ്പോഴേക്കും എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, അത് ചെണ്ടയിൽ തന്നെ വരുത്താൻ പറ്റും. അവിടേക്ക് ഇങ്ങോട്ട് നേരെ മുമ്പിലേക്ക് വിമാനം നമ്മൾ ഫ്ലൈറ്റ് വരുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ വിമാനം നേരെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും ആ ശബ്ദം ഇതിങ്ങനെ അതിൻ്റെ ഇരട്ടിക്കുകയാണ്. അങ്ങനെ ഇരട്ടിച്ചുകൊണ്ടാണ് അവിടെ ആ വിമാനം കാണുന്നത്. അങ്ങനെ വിമാനം ദൂരെ കാണുന്ന മുതൽ നേരെ മുമ്പിൽ വന്ന് മറയുന്നത് വരെ ഓരോ ഘട്ടവും വ്യത്യസ്തതകളോടെ അവതരിപ്പിക്കുന്നു. ചെണ്ടയുടെ ശബ്ദം കൂട്ടാതെ കൊട്ടിൽ വ്യത്യാസം വരുത്തി സന്ദർഭത്തെയും ആശയത്തെയും ദ്യോതിപ്പിക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ്റെ രീതി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒതുക്കം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഉത്ഭവത്തിനൊക്കെ ഇപ്പൊക്കെ തെരനോട്ടത്തിന് തുടങ്ങും 2 ചെണ്ടയും 2 മന്ത്രമുള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണികൃഷ്ണൻ കൊട്ടിയപ്പോൾ 2ാം കാലം കഴിയുന്നത് വരെ ഒരു ചെണ്ട വെച്ചിട്ടാണ് കൊട്ടിയത്. കൃഷ്ണൻകുട്ടി പ്രകാശൻ രാമകുട്ടിയാശാൻ്റെ ഉത്ഭവത്തിന് കൊട്ടി കണ്ടിട്ടുള്ളത് ഒരു ചെണ്ടയായിട്ടാണ്. അവിടെ 2-3 ചെണ്ടയൊന്നുമില്ല. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് കാണാതിരിക്കാൻ പറ്റാണ്ട്, എനിക്കിഷ്ടമുള്ളൊരു കലാകാരനാണ്, പക്ഷെ കാണാൻ വയ്യ, കാരണം അവിടെ ഇരുന്ന് കേൾക്കേണ്ടത്. ഞാൻ അവിടെ നിന്ന് എണീറ്റ് പുറത്തു പോയ ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട്. 3 ചെണ്ടയും 3 മുദ്രകളുമായിരുന്നു അന്ന്. ഇതൊന്നുമല്ല.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിസൂക്ഷ്മമാണ് ഈ ചെണ്ടയുടെ ുള്ള പ്രയോഗം. ആ സൂക്ഷ്മത അറിയണമെങ്കിൽ ഒരു ചെണ്ടയിലേ പറ്റുള്ളൂ. അവിടെ മുദ്രകൾക്കാണ് ഈ ഉത്ഭവത്തെ ആദ്യ ഭാഗത്ത് പ്രാധാന്യം. രണ്ടാമത്തെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ചലനങ്ങൾക്ക് പ്രാധാന്യമുള്ളിടത്ത് കൂടുതൽ ചെണ്ടയാവാം. പക്ഷെ മുദ്രകൾക്ക് പ്രാധാന്യമുള്ളിടത്ത് കൃത്യമായി ഒറ്റ ചെണ്ടയിൽ ആ ശബ്ദങ്ങൾ കേൾപ്പിക്കണം. അതാണ് ഇവിടെ വരുന്നത്. ഈ രീതി ശബ്ദത്തിൽ അഭിരമിക്കുന്നവരെ പ്രീതിപ്പെടുത്താൻ സഹായകമല്ല, സൗന്ദര്യത്തിന് ആകർഷകനാകുന്നവരെ തൃപ്തിപ്പെടുത്താനാണിത്. പുതിയ തലമുറയിൽ പലരും പഴയ പോലെ ശബ്ദം കൂട്ടി വിമാനത്തിൻ്റെ വരവും പോക്കും കേൾപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന ഒരു സംശയവും പ്രകടിപ്പിക്കട്ടെ. ഒരവതരണത്തെ മികവുറ്റമാക്കുക എന്നതാണ് പാട്ടുകാരുടെയും മേളക്കാരുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. ഉണ്ണികൃഷ്ണൻ്റെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത ഊന്നി പറയേണ്ടതാണ്. ഭഗവധത്തിൽ ഒരു സന്ദർഭം ഈ തൃശ്ശൂർ ക്ലബ്ബിൽ തന്നെ ഉണ്ടായതാണ്. ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയില്ല, സന്ദർഭം പറയും. ഭഗവതാണ് തൃശ്ശൂർ ക്ലബ്ബിലുണ്ടായത്. ഭഗവധത്തിൽ കോലാഹലമട് കോകിലാങ്കനമാരുടെ ആലാപം കേൾക്കാകുന്നു എന്നിടത്ത് മദ്ദളക്കാരൻ ആലാപം കേൾപ്പിക്കാൻ വിട്ടുപോയി. മദ്ദളത്തിൻ്റെ ചുമതലയാണ് ആലാപം കേൾപ്പിക്കൽ. പക്ഷെ അയാൾ എന്തോ മറന്നുപോയി. അപ്പോൾ അവിടെ ഒന്ന് ഉണ്ണികൃഷ്ണനായിരുന്നു ചെണ്ട. ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് ആ ആലാപം ചെണ്ടയിൽ അങ്ങോട്ട് വരുത്തി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാം. ഞാൻ അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മെസ്സേജ് അയക്കുകയും ചെയ്തു, ആലാപം ഗംഭീരമായിട്ടൊന്ന്. ഇവിടെയാണ് ഒരു തൻ്റെ കാര്യം കഴിഞ്ഞ് അങ്ങോട്ട് പോവുക എന്നുള്ളതല്ല, ആ കഥകളിയെ മുഴുവൻ, ആ പ്രകടനം മുഴുവൻ തൻ്റെ കൂടി ചുമതലയാണ് എന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കുക. അവിടെയാണ് ആത്മാർത്ഥതയാണ് ഉണ്ണികൃഷ്ണനുള്ളത്. ഇതെല്ലാവർക്കും കഴിയില്ല. അവതരണത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനോട് പങ്കുചേരുന്നവർക്കേ സാധിക്കൂ. പ്രയോഗചാതുരിയും ചിന്തയും ഉൾച്ചേരുമ്പോൾ മാത്രമേ കലാകാരന് സ്വന്തം കലയെ വളർത്തിയെടുക്കാനാകൂ. പ്രയോഗിച്ചാൽ മാത്രം പോരാ, അത് അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആലോചിക്കണം. കൃഷ്ണൻകുട്ടി പിള്ളകൾക്ക് ആലോചന ഉണ്ടായിരുന്നു, മൂത്തോനിക്ക് ആലോചന ഉണ്ടായിരുന്നു, പുതിയ കാലത്ത് പലർക്കും ആ ആലോചന ഉണ്ട്. അവരിലൊരാളാണ് ഉണ്ണികൃഷ്ണൻ. ചെണ്ടയുടെ കാര്യത്തിൽ സാമാന്യൻ കൊട്ടുകാർ ചിന്തിക്കാൻ വളരെ കഷ്ടിയാന്ന് പറയും, അവർക്ക് പ്രയോഗമാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ നേരെ മറിച്ചാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു സന്ദർഭമുണ്ട്. കലാമണ്ഡലത്തിൽ കുട്ടികളുടെ ഒരു സെമിനാറാണ്. കുട്ടികളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ PhD സ്റ്റുഡൻസിൻ്റെ സെമിനാർ നടക്കുമ്പോൾ ഒരാൾ വന്നിട്ടൊരു ലേഖനം വായിച്ചു. ആ ലേഖനം ഒരു പുസ്തകം നോക്കിയാൽ വായിച്ചത്. ഉണ്ണികൃഷ്ണനായിരുന്നു അതിൻ്റെ അധ്യക്ഷനായി, മോഡറേറ്ററായിരുന്നു. ഉണ്ണികൃഷ്ണൻ എനിക്ക് പറഞ്ഞു, ഇതിങ്ങനെ പ്രസിദ്ധീകരിച്ചത് വായിക്കാൻ പാടില്ല സെമിനാറിന് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. വളരെ കൃത്യമാണ് പറഞ്ഞത്, അങ്ങനെ വായിക്കാൻ പാടില്ല, പുതുതായി എഴുതി കൊണ്ടുവന്നത് തന്നെ വേണം. വളരെ സൂക്ഷ്മമാണ് ഇത്തരം കാര്യങ്ങളിൽ. ഇങ്ങനെയുള്ള ചിന്തകൾ, ആലോചനകൾ ഓരോ സന്ദർഭത്തിലും നിരന്തരമായി ആലോചിച്ചുകൊണ്ട്, ഈ ആലോചനയാണ് ഉണ്ണികൃഷ്ണനെ ഗോപിയാശാന് പോലും പ്രിയനാക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു. കളിമേള സഞ്ചാരം യൂട്യൂബ് ചാനൽ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കളിമേള സഞ്ചാരം എന്നാണ് അതിൻ്റെ പേര്. അതിന് ഉദാഹരണമാണ്. അഭിനയത്തിൽ സംശയം വരുമ്പോൾ പത്മാശാൻ്റെ ചൊല്ലിയാട്ടം നോക്കുന്നത് പോലെ മേളത്തിലെ സംശയം ഇത് നോക്കിയാണ് തീർക്കാറുള്ളത്. ഉണ്ണികൃഷ്ണൻ ആവിഷ്കരിച്ച കൊട്ടിൻ്റെ സൗന്ദര്യശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ജാഗരൂകരായിരിക്കണം എന്ന് ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതിനെ അനുകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു സൗന്ദര്യശാസ്ത്രം ഉണ്ണികൃഷ്ണൻ വളർത്തിയെടുത്തിട്ടുണ്ട്. ആ വളർത്തിയെടുത്ത സൗന്ദര്യശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതൊരു പാരമ്പര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ കൊട്ടുകാർ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പുതിയ കാലത്തിലേക്ക് പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ സൗന്ദര്യശാസ്ത്രത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണികൃഷ്ണനെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ ഇന്നിത് കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
പ്രഗത്ഭരായ കലാ ആസ്വാദകരെ നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ ഒരു രക്ഷാധികാരി എന്ന പ്രസിദ്ധമായ ഒരു സ്ഥാനത്തേക്ക് ഇത് എന്നെ സംബന്ധിച്ച് എന്തോ ഒരു മഹത്തായ ഒരു സ്ഥാനം തന്ന ഒരു കൃതാർത്ഥ മനസ്സിൽ തോന്നുന്നുണ്ട്. അതായത് കഥകളിക്ക് വിളിക്കില്ലോ, അല്ല വിളിക്കില്ല, അവരോട്ടല്ല എനിക്ക് വയ്യ, അവരോട്ടാണ്. അപ്പോൾ കഥകളി ക്ലബിൽ ഇപ്പോഴും ഒരു സ്ഥാനം, അതായത് രക്ഷാധികാരി എന്ന ഒരു സ്ഥാനം കിട്ടുക എന്നുള്ളത് ഒരു അമൂല്യ സമ്പത്തായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും അതിൻ്റെ പേരിൽ ഇങ്ങനെ ഈ വല്ല അവാർഡ് കൊടുക്കാനോ പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അനുമോദന പ്രസംഗത്തിനോ ഒക്കെയാണ് വിളിക്കുക. അല്ലാണ്ട് സ്ഥിരം ഈ രക്ഷാധികാരിയാണെന്നുണ്ട് സ്ഥിരം ചിലപ്പോൾ പ്രോഗ്രാം അയച്ചു തന്നു വരും, അതുണ്ടാവില്ല ചിലപ്പോൾ. എന്നാലും അല്ല, അതല്ല വലുത്. ഇപ്പോൾ കാര്യം ഞാൻ അതിൻ്റെ കാര്യമില്ല. ഏതായാലും അത്രയും എന്നെ മറന്നിട്ട് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ മറന്നിട്ടുമില്ല, മറക്കണമില്ല, മറക്കാനില്ലേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ 2 വ്യക്തികളെ പ്രധാനമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒന്ന് നമ്മളുടെ ശ്രീമതി അമൃത മിശ്ര, ബാക്കിയില്ലപ്പോൾ ഞാൻ പറയണല്ലോ. മറ്റൊന്ന് ഡോക്ടർ നാരായണ ഷാരി, മാനേജിംഗ് പാർട്ട്ണർ. ഇങ്ങനെ 2 പുതിയ വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ വലിയൊരു കൃതാർത്ഥതയാണ്, സന്തോഷമാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രഗത്ഭവതികളെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നേരെ മറിച്ച് വേറൊരു കാര്യം എന്താ വെച്ചാൽ കളിക്ക് പോകുമ്പോൾ വേഷം കെട്ടും, വേഷം കെട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തുടക്കിയാൽ പോലെ പറയുള്ളൂ, ആരായിട്ടും പരിചയപ്പെടലും കൊണ്ട് കെട്ടിയ അത് കാരണം കൊണ്ട് എന്തെന്ന് വെച്ചാൽ മറ്റുള്ള കലാകാരന്മാരെ പോലെ എനിക്ക് പരിചയപ്പെടാൻ അധികം ആൾക്കാരായിട്ട് പറ്റിയില്ല. അതൊരു എൻ്റെ ഒരു കഴിവുകേടാണ്. ആ കഴിവുകേട് ഇങ്ങനെയൊക്കെ ചില ഈ പുരസ്കാരം കൊടുക്കാനാട്ടെ അല്ലെങ്കിൽ ഒരു അനുമോദന പ്രസംഗമാകട്ടെ, ഏതായാലും അങ്ങനത്തെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ സാധിക്കുക, അതൊക്കെ എങ്ങനെയായാലും എന്നെ സംബന്ധിച്ച് പണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യഥാർത്ഥ ഉള്ളൂ. പണ്ട് സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവുകളാണ് ഞാൻ പറയില്ലേ. അതായത് വേഷം കഴിഞ്ഞാൽ അധികം വർത്തമാനം പറയാൻ ഒന്നാമത് നിൽക്കാറില്ല. മാത്രമല്ല എനിക്ക് വലിയൊരു ദോഷമുള്ളതെന്ന് വെച്ചാൽ പരിചയപ്പെട്ട് കഴിഞ്ഞാലും വേണ്ടില്ല, പിന്നെ അത് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഓർമ്മ നിന്നൊന്നും വരില്ല. പലരും ചോദിക്കും, അതായത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, അതായത് എന്നെ മനസ്സിലായോ ചോദിക്കും. ഞാൻ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് ചോദിക്കും, എൻ്റെ എല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല, അത് പറഞ്ഞതൊന്നും അതറിയില്ല. അതായത് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. അല്ല, അങ്ങനത്തെ കഴിവുകേടുകൾ ധാരാളം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. മാത്രമല്ല വേറൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശ്രീമതി അമൃത മിശ്ര എന്നെ സംബന്ധിച്ച് പറയണത്, പേര് പറയണത് മനസ്സിലായി, ഭാഷ എനിക്ക് അധികം കൈകാര്യം ചെയ്യാൻ അറിയാത്ത കാരണം കൊണ്ട്
വ്യക്തമായിട്ട് മനസ്സിലായിരിക്കും, ഏകദേശം ഭാവങ്ങളൊക്കെ കൂടെ മനസ്സിലായി. അതായത് അങ്ങനെ ഒരു സ്തുതിപാഠം അതിപ്പോൾ പറഞ്ഞപ്പോൾ കൃഷ്ണമാഷോ കൃഷ്ണമാഷ് പോകുന്നത് കാരണം വിചാരിച്ചിരിക്കും. കൃഷ്ണമാഷ് ഇപ്പോൾ ഇനി ഞാൻ അധികം പറയില്ല. എന്താ വെച്ചാൽ മാഷക്ക് പലതും എന്നെ സംബന്ധിച്ച് അപ്പോൾ അവിടെ നിന്നിട്ട് പറയുമ്പോൾ പറഞ്ഞില്ലേ ആശാൻ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. അതായത് എന്തായാലും അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്നെ സംബന്ധിച്ച് ഈ പറയുന്നത് കേട്ടപ്പോൾ അതേപോലെ തന്നെ ഡോക്ടർ ഇദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഡോക്ടർ നാരായണ എനിക്ക് അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെ ബഹുമാനിക്കാമെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ അല്ലേ, മുത്തച്ഛൻ, അതെന്തായാലും ആ മുത്തച്ഛനെ ആയിട്ടുള്ള ആ പരിചയം. ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞാൽ അത്ര വലിയ കുട്ടിയല്ല. ഇതിലും കോഴ്സ് കലാമണ്ഡലത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് അധ്യാപകനായ സമയത്താണ് അദ്ദേഹം കലാമണ്ഡലത്തിൻ്റെ ചെയർമാനുമാണ്. അപ്പോൾ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് സ്വതവേ കഥകളി ഭ്രാന്ത് ഭയങ്കരമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എഞ്ഞാലക്കുട കളിക്ക് ഈ കലാമണ്ഡലം ചെയർമാനാവുന്നതിന് മുമ്പ് എഞ്ഞാലക്കുട കളിക്ക് ചെയ്തിട്ട് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ടുണ്ട്, എന്നോട് സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതൊന്നും കൂടാതെ കലാമണ്ഡലത്തിന് ചെയർമാനായിട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന് എനിക്ക് ചില അസുഖങ്ങളൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം, ചികിത്സ എന്ന് പറയില്ല, ഉപദേശം കാരണം കൊണ്ട് അതെല്ലാം മാറിക്കിട്ടി. അങ്ങനെ എന്നെ എന്തോന്ന് ശരിയ അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് മുഖത്ത് നോക്കിയിട്ടിപ്പോൾ കൃഷ്ണമാഷ് പറഞ്ഞിട്ട് ഗംഭീരായിരുന്നു പറയില്ല. പക്ഷേ അപ്പോൾ ഏതായാലും വലിയ ഇഷ്ടമാണ്. അതിപ്പോൾ കലാമണ്ഡലത്തിൽ ചെയർമാൻ സ്ഥാനം കഴിയുമെന്ന് പറയും. അങ്ങനെ തന്നെ ആയിരുന്നേ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ഡോക്ടർ നാരായണ പിഷാരി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും ഈ വേറെ ഇപ്പോൾ വലിയച്ഛൻ ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ്. ഇദ്ദേഹം ഇപ്പം എന്തായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പകരം കൂടി ഇദ്ദേഹം എന്നെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അത് മറ്റേ അദ്ദേഹം പിന്നെ പുകഴ്ത്തിക്കൊണ്ട് പറയലില്ല, സ്നേഹം തന്നെ ഉള്ളൂ. ഇതല്ല, പുകഴ്ത്തിക്കൊണ്ടേ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്തെന്നില്ലാത്ത സന്തോഷമാണ്. മാഷ് പറഞ്ഞിട്ട് ഉഴിനാട് ചെണ്ടയിൽ ഉണ്ണികൃഷ്ണൻ പരിച്ചി എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു കൃതാർത്ഥ്യമൊക്കെ തോന്നി. അപ്പോൾ ഇങ്ങനെ അതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടാൻ കാരണമാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഈ അവാർഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പുരഹാരങ്ങൾ അല്ലെങ്കിൽ അനുമോദന പ്രസംഗത്തിനോ ഒക്കെ ചിലപ്പോൾ വിളിക്കുകയാണെങ്കിൽ പ്രസംഗിക്കാൻ അറിയില്ല എന്നുള്ള ആൾക്കൊക്കെ അറിയാം. എന്നാലും വിളിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പ്രശംസിച്ച് കേൾക്കാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ, വേഷം കെട്ടിയിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നെങ്കിലും എന്നൊരു സമാധാനം. അതായത് അങ്ങനെ ആ വേഷം കെട്ടി ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു സങ്കടം തീരണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കേൾക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. എൻ്റെ കർമ്മം ഉണ്ണികൃഷ്ണന് അവാർഡ് കൊടുത്തതിന് അല്ല കൂടാതെ പുരസ്കാരം കൊടുത്തതിൻ്റെ പേരിൽ 2 വാക്ക് പറയാനാണ്. പക്ഷേ ഞാനിപ്പോൾ സ്റ്റേറ്റിലുണ്ടായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ച പുകഴ്ത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഉണ്ടായി. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് പുകഴ്ത്തേണ്ട ആവശ്യം അപ്പോൾ അവർ നമ്മൾ ചിരിക്കുന്നത് പറ്റുന്നതല്ല. ഉണ്ണികൃഷ്ണൻ ചിരിക്കുന്നത് ഇതിപ്പോൾ എന്താ ഇപ്പം എനിക്കിത് തന്നിട്ട് സ്വന്തം തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ചിരി കണ്ടാൽ മാത്രമല്ല പകലില്ലേ ആ പുരസ്കാരം കൊടുക്കുമ്പോൾ 32 മില്യൺ എല്ലാവർക്കും 62 മില്യൻ്റെയാണ് കാണിക്കുന്നത്. അത്രയ്ക്ക് ചിരിയാണ് എപ്പോഴും. അത് ഭയങ്കര ഒരു ആളെ കൊപ്പിയിലാക്കുന്നതാണ്. ഏതായാലും ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ മാഷ് പറഞ്ഞത് അതുതന്നെയാണ് ഇപ്പോൾ പറയാൻ എനിക്കുള്ളത്.
പക്ഷേ ഒരു കാര്യമുണ്ട്, ഉണ്ണികൃഷ്ണൻ എൻ്റെ വേഷത്തിൽ സ്ഥിരം ഉണ്ണികൃഷ്ണൻ തന്നെയാണ് കൊട്ടിയിരിക്കുന്നത്. അത് കൊട്ടിയിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സുഖവും അതിൻ്റേതായിട്ടുള്ള സന്തോഷവും ചെറുതല്ല. ഞാൻ ഈ എന്താണ് കാണിക്കുന്നത് അത് ഉണ്ണികൃഷ്ണന് ഇപ്പോൾ എന്ത് കാണിച്ചാലും ആ കയ്യുമ്പിൽ ഇന്നതാണ് വരിക എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതേപോലെ തന്നെ അതിനെ ആ ചെണ്ട പുറത്ത് ചെണ്ട കോലുകൊണ്ട് അതിൻ്റേതായുള്ള മുദ്രകൾക്ക് അനുയോജ്യമായ ഇടത്തിൽ കൂടി അത് ഗംഭീരാക്കി തരികയും ചെയ്യും. അപ്പം എന്തുണ്ട്, അത് അവനവന് ഒരു സന്തോഷം തോന്നണമെങ്കിൽ പിന്നിൽ നിന്ന് നമുക്ക് പ്രയോജനം കിട്ടണം. അതിന് ഉണ്ണികൃഷ്ണൻ്റെ അങ്ങേയറ്റം കഴിവുണ്ട്. ആദ്യമായി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ്റെ കഴിവ് കാരണം കൊണ്ട് എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ അങ്ങേയറ്റവും വിജയിച്ചു വരാറുണ്ട് എന്നാണ് പരിപൂർണമായി എനിക്കൊരു വിശ്വാസം. മറ്റേ ആസ്വാദകർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. എന്തായാലും ഇതിങ്ങനെയാണ് എൻ്റെ വിശ്വാസം. എന്താ വെച്ചാൽ ഉണ്ണികൃഷ്ണൻ്റെ ആ കേമത്തരം ഇതേമാതിരി ഇപ്പോൾ പലരും പറയുകയാണെങ്കിൽ നീണ്ടു പോവുകയുള്ളൂ. അതായത് നീണ്ടു പോകണ്ട ഇന്ന് കഴിഞ്ഞാൽ കളകളി ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിമിയലോകത്തിൽ ധർമ്മോത്തരങ്ങൾ അപ്പോൾ അത് കൊട്ടിലൊക്കെ ഗംഭീരമായിട്ട് ഉണ്ണികൃഷ്ണനൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കൊട്ടിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തർക്ക് പുതിയ തലമുറയ്ക്കും ആസ്വാദകർക്കും മനസ്സിലാവത്തക്കവണ്ണം നന്നായി എഴുതിയിട്ടുണ്ട്. കുറേ ഡോക്യുമെൻ്ററി എടുത്തിട്ടുമുണ്ട്, ഞങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിൻ്റെ പരിശ്രമം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സ്വതവേ സ്ഥായി ഭാവം ശോകമാണ്. ആ ശോകരസം അഭിനയിച്ചു കൊണ്ടാണ് മാർഗീകത്രനകം മുതൽക്ക് ശ്ലോകം മുതൽക്ക് ബാലേകേന്തി മാവകവാടി കലിയ കല്യാണി എന്നുള്ള അതിൻ്റേതായിട്ടുള്ള ശോകരസം എന്താണോ അത് ഉണ്ണികൃഷ്ണൻ്റെ ഈ ചിരിക്കണതൊന്നും കാണില്ല, ആ മുഖത്തുണ്ടാവുന്നത്. അതായത് ആ കൊട്ടിലെ നൃത്തം, ആ കൊട്ടിലത്തെ ശ്രദ്ധ, കൊട്ട് ചെയ്യുമ്പോൾ അതേമായി തന്നെ ഖനം കുറച്ച് ആ മട്ടം വെച്ച് കലാശത്തിലൊക്കെ വളരെ കുറച്ച് ആണ് കൊട്ടുന്നത്. അത് മറ്റുള്ള നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അടുത്ത് അതായത് ഉണ്ണികൃഷ്ണൻ്റെ താഴെ എന്ന് പറയേണ്ട സമപ്രായക്കാരായാലും അല്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് കൊട്ടുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ്. ഒരു അങ്ങേറ്റത്തെ അവരെ സംബന്ധിച്ച് അവർക്ക് അനുഭവയോഗ്യമായിട്ടുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ്റെ ആ പ്രവൃത്തി. അത് ഉണ്ണികൃഷ്ണൻ കൊട്ടിൻ്റെ കാര്യങ്ങളെ മുഴുവൻ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. അത് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അത്രയും ആ കഴിവ് പലരും ഉണ്ട്. അപ്പം ഈ കഥകളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടിൻ്റെ സ്വാദും ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടിൻ്റെ കേമതരവും അത് നിസ്സാരമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് എനിക്ക് മാത്രമല്ല, ആസ്വാദകർക്കടക്കം ആണപ്പമാരും പറഞ്ഞത്. അതായത് ആസ്വാദകർക്കടക്കം അതിൻ്റേതായിട്ടുള്ള ആ കഴിവ് എന്താണ് എന്നുള്ളത് അനുഭവിക്കുന്ന വേഷക്കാർക്ക് അല്ല മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രാമകൃഷ്ണൻ പറയേണ്ടായി. അതായത് കൃഷ്ണൻകുട്ടി പ്രാണാശാൻ പോയി കഴിഞ്ഞപ്പോൾ രാമകൃഷ്ണൻ പൊതുവെ മാനസികമായി കുറച്ച് തളർച്ച പറ്റിയിട്ടുള്ള സമയമായിരുന്നു. അത് പിന്നെ ചെല്ലുന്നത് ഉണ്ണികൃഷ്ണകുറുപ്പ് അല്ല ഉണ്ണികൃഷ്ണൻ ചെണ്ടയ്ക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമാനാണ് തോന്നുന്നത്, അനുമാനാണ് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് വളരെയധികം പ്രധാനത്തിലായി. എന്തായാലും ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ കൂടെ കൊട്ടാൻ ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയായി. കൃഷ്ണകുട്ടികാർ പോയതിൻ്റെ സങ്കടം കുറച്ച് മാറി കിട്ടും എന്ന് പറയണ്ടായി. ഇത് വാസ്തവമാണ് കാര്യം. അല്ല രാമചന്ദ്രൻ്റെ നാമൊക്കെ അങ്ങനെ വരണമെച്ചാൽ അന്വർത്ഥമായിട്ട് വെറുതെ പറയുക എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കൊട്ട് അനുഭവിച്ചിട്ടുള്ള എല്ലാ വേഷക്കാർക്കും പറയാനുണ്ടായിരിക്കുക എന്ന് ഞാൻ കരുതുന്നു. ഞാൻ അങ്ങനത്തവനാണ്. അതായത് ഉണ്ണികൃഷ്ണൻ്റെ കൊട്ട് എൻ്റെ വേഷം
അടുത്ത ജന്മത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ജന്മത്തിന് പറ്റില്ല. അല്ല, എനിക്ക് വേഷം കെട്ടാൻ പറ്റിയാൽ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്നില്ല. അപ്പോൾ എനിക്ക് വേഷം കെട്ടാൻ ഏതായാലും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ കുറവും കൂടിയും ഞാൻ വേഷം കെട്ടാത്തതിൻ്റെ കുറവും കൂടി ഉണ്ണിയുടെ ജനതയിൽ ഇനി ഉണ്ടാക്കാം ധാരാളം. അപ്പോൾ ഏതായാലും ഈ ഉണ്ണിയെ പറ്റി അധികം പറയാത്ത ഒരുപാട് പറയാണ്ട് എല്ലാവർക്കും മടുക്കലാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് മടുപ്പായിട്ട് മാറും. അപ്പോൾ അത് കാരണം ഉണ്ണീഷിനെ പോലെ ഇന്ന് എല്ലാവരുടെയും കാര്യം പറയില്ല, ഞാൻ ഉണ്ണീഷിൻ്റെ കാര്യം മാത്രമേ പറയുന്നത്. ഉണ്ണീഷിനെ പോലെ രംഗത്ത് കഥകളിക്ക് കൊട്ടുന്ന കാര്യത്തിൽ ഉണ്ണീഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. ആ ഉണ്ണീഷന് ഏതായാലും ആ സാമീപ്യം കാരണം, അതായത് കുറേ കാലത്തെ സാമീപ്യവും സഹകരണവും കാരണം എൻ്റെ കൈകൊണ്ട് ഈ ഉപഹാരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമാണ്, കൃതാർത്ഥതയാണ്, ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഉണ്ണീഷിന് ഇനിയും ഉന്നതിയിലെത്തിക്കത്തക്കവണ്ണുള്ള അവാർഡ് പുരസ്കാരങ്ങൾ ധാരാളം കിട്ടട്ടെ. ആ പുരസ്കാരങ്ങളെ കൊണ്ട്, അതായത് പത്മ അവാർഡ് മുതൽ പത്മ അവാർഡ് അടക്കം ഒരുപാട് നല്ല നല്ല പ്രശസ്തമായ ബഹുമതികൾ കിട്ടട്ടെ. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഉണ്ണികൃഷ്ണൻ നേരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ കുടുംബത്തിനും, അതായത് പേരക്കുട്ടികളടക്കമുള്ള കുടുംബത്തിനും ഞാൻ അങ്ങേറ്റം നന്ദി പറഞ്ഞുകൊള്ളുന്നു, സന്തോഷം അറിയിച്ചുകൊള്ളുന്നു, എല്ലാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഗുരുതുല്യരായ മഹാത്മാക്കളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മഹാന്മാർ സ്വീകരിച്ച, മഹാന്മാർക്ക് നൽകിയ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ രീതിയിൽ നടക്കുന്ന കഥകളി ക്ലബ്ബുകളിൽ പ്രശസ്തമായ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ പുരസ്കാരം എനിക്കും ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. വളരെ അധികം സന്തോഷത്തോടെയും നന്ദിയോടെയും കൂടി ഞാനത് സ്വീകരിച്ചതായി അറിയിക്കുന്നു. ഏതൊരു കലാവിദ്യാർത്ഥിയെയും പോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കൊട്ടുപഠിക്കാൻ കലാമണ്ഡലത്തിൽ ചേർന്നത്. ചന്ദ്രബനാടിയാശാനും അച്ഛനെ പൊതുവാളാശാനുമാണ് എൻ്റെ ഗുരുനാഥന്മാർ. സ്വാഭാവികമായും എൻ്റെ ചുറ്റും നിരവധി ആചാര്യന്മാർ, പ്രഗത്ഭരായ ആചാര്യന്മാരുടെ ഇടയിൽ ആണ് ഞാനും പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാ മേഖലയിലും വളരെ പ്രശസ്തരായ ആചാര്യന്മാരായിരുന്നു. കലാമണ്ഡലമാണ് എൻ്റെ തറവാട്. അവിടെ നിന്നാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുള്ളത്. ഗുരുനാഥന്മാർ ചന്ദ്രബനാടിയാശാനും അച്ഛന് പൊതുവാളാശാനുമാണെങ്കിൽ നേരത്തെ നമ്മുടെ എല്ലാവരുടെയും നാട്യ ആചാര്യൻ, പ്രിയപ്പെട്ട സുഹൃത്ത്, ആശാൻ, ഏട്ടൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഗോപിയാശാൻ ഇവിടെ പറയുകയുണ്ടായി. രാമകുട്ടി നായരാശാൻ്റെ ഹനുമാന് കുട്ടിയപ്പോൾ ആശാൻ അത് പറഞ്ഞു എന്നുള്ളത്. എന്നെ പഠിപ്പിച്ചത്, കൊട്ട് പഠിപ്പിച്ചത് ചന്ദ്രബനാടിയാശാനും അച്ഛൻ്റെ പൊതുവാളാശാനുമാണ്. പക്ഷെ കഥകളി നടൻ്റെ മുദ്രകൾക്ക്, ചുവടുകൾക്ക്, ഭാവങ്ങൾക്ക്, കണ്ണ് ചലനങ്ങൾക്ക്, പുരികങ്ങൾക്ക്, തടങ്ങൾക്ക്, കവിൾത്തടങ്ങൾക്ക്, ഇങ്ങനെ സർവാംഗങ്ങൾക്കും ഏത് തരത്തിൽ കൊട്ടണം എന്നുള്ളത് ഞാൻ പരിശീലിച്ചതും പഠിച്ചതും പ്രയോഗിക്കുന്നതും നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഗോപിയാശാനിൽ നിന്നാണ്. ആശാൻ്റെ
ഒരു കാലം, അല്ല ആശാൻ്റെ പല കാലങ്ങളുമുണ്ട്. അതിലൊരു കാലം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നല്ല സംഘർഷഭരിതമായ കാലം. ആ കാലത്തിലാണ് ഞാൻ കുട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് എനിക്ക് ഭയം തോന്നുന്നത്. നമുക്ക് ഈ ആനയെ കാണുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നാണ് കൊട്ടി എൻ്റെ പരിശീലനം ഞാൻ നേടിയത്. അപ്പോൾ അത് പാകം വന്നതിന് ശേഷമാണ് എനിക്ക് രാമൂട്ടി നരസൻ്റെ വേഷത്തിന് പോലും കൊട്ടാൻ പറ്റിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ ഏത് വേഗതയിലും ഏത് ശബ്ദം താഴ്ത്തിയും എനിക്ക് കൊട്ടാൻ സാധിക്കുമെങ്കിൽ അതെന്നെ പഠിപ്പിച്ചത്, എനിക്ക് അതിനുള്ള അവസരങ്ങൾ തന്നത് ഗോപിയാശാനാണ്. ഗോപിയാശാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പറയുന്നതല്ല, അത് എല്ലാ കേൾവിക്കാർക്കോ ആസ്വാദകർക്കോ കാഴ്ചക്കാർക്കോ പോലും അറിയാവുന്നതാണ്. പക്ഷെ രാമൂട്ടി നരേശൻ്റെ വേഷത്തിന് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു പഞ്ചാരി മേളത്തിൻ്റെ ഒന്നാം കാലത്തിൻ്റെ ഒരു സ്ഥായീ ഭാവം, അതിൻ്റെ കാലപ്രമാണത്തിൽ എങ്ങനെ ആ കാലം കൊണ്ട് മേളത്തെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നതിലുള്ള ഒരു പ്രയോഗശൈലി, രാമൂട്ടി നരസൻ സംസാരിക്കുന്നതും ഗോപിയാശാൻ സംസാരിക്കുന്നതും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഓരോരുത്തരും സംസാരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ഒരുപക്ഷെ ഈ രണ്ട് ആചാര്യന്മാരിൽ കൂടെയാണ് എനിക്ക് മറ്റു പലരുടെ വേഷത്തിനും കൊട്ടുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4-ാം ദിവസത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ബാഹുകൻ്റെ ഋതുപർണന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നുണ്ട്. ചില സമയത്തല്ല പല സമയത്തും ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ ഈ ഇടയ്ക്ക് ചില കൗതുകമായ ചില നോട്ടങ്ങൾ അതൊക്കെ ഉണ്ട്. ചോറ് വിളമ്പും നെയ്യൊഴിക്കും. ചോറ് വിളമ്പി കഴിഞ്ഞാൽ നെയ്യൊഴിച്ച് കഴിഞ്ഞാൽ ഉപ്പിടും. ഇത് ആശാൻ അവിടെ നെയ്യാണ് ഒഴിക്കുന്നത് എന്നും തുടർന്ന് ഉപ്പാണ് ഇടുന്നത് എന്നും ആശാൻ്റെ കാണിക്കലിൽ എനിക്ക് അങ്ങനെ അല്ലാതെ കൊട്ടാൻ പറ്റില്ല. അതിലാണ് ഞാൻ എൻ്റെ കുട്ടൻ്റെ ഇതുകൊണ്ടല്ല. അപ്പോൾ അവിടെ ആ നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്കതിങ്ങനെ തോന്നും. ഇപ്പോൾ പിന്നെ ദമയന്തിയുടെ ഇത് ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ ആ നെയ്യിങ്ങനെ, അല്ലെങ്കിൽ അത് തേനിങ്ങനെ ചെവിയിലേക്ക് ഇനിയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിക്കണല്ലോ. അപ്പോൾ നമുക്ക് തേനിൻ്റെ ആ കുഴമ്പ് പോലുള്ള ഒരു ഒഴുക്ക് അതിങ്ങനെ ആശാൻ അത് കാണിക്കുമ്പോൾ ഈ വിരൽ കൊണ്ടുതന്നെ നമ്മളൊക്കെ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും അങ്ങനെ വരില്ല. നമ്മൾ കാണിച്ചാൽ അത് വരില്ല. അപ്പോൾ ഈ ആശാൻ കാണിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒഴുക്ക് വരുന്നത് കാണുമ്പോൾ അങ്ങനെ കൊട്ടാൻ ശ്രമിക്കും. അത് ആ ശ്രമിച്ചത് ഫലം ആയി എങ്കിൽ അത് എൻ്റെ ഫലം കൊണ്ടല്ല, അത് ആശാൻ്റെ ഫലം കൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ നേരത്തെ പറയാൻ ആശാൻ തന്നെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കൃഷ്ണമാഷ് പറഞ്ഞതുപോലെ പറയാൻ തുടങ്ങിയാൽ നിരവധിയുണ്ട്. പരീക്ഷണങ്ങൾ ധാരാളം ആശാൻ രംഗത്ത് ചെയ്യാറുണ്ട്. ഇപ്പം നേരത്തെ ആ ഒട്ടും എന്ന് കാണിച്ചില്ലേ, ധർമ്മപുത്രരുടെ ഒട്ടും എന്നുണ്ട്. ആ ഒട്ടും എന്നുള്ളത് പലതരത്തിൽ ധർമ്മപുത്രർ കാണിക്കും. നമ്മളിപ്പോൾ ഈ കിടാന്നാണ് അവിടെ കൊട്ടേണ്ടത്. ഈ ഇങ്ങനെ വിടുന്നതിന് കിടാന്നാണ് കൊട്ടേണ്ടത്. പക്ഷെ നമ്മൾ വിടും വിചാരിച്ചിട്ട് ഇങ്ങനെ അത്രേ പറ്റുള്ളൂ. കിടാന്ന് കൊട്ടാൻ പറ്റില്ല. അവിടെ ഈ ബലത്തിലാവില്ല ഒരു പക്ഷേ കിടാന്ന് വേണ്ടതും. അവിടെ ഇങ്ങനെ വിടാൻ പുറപ്പെട്ട് കണ, അപ്പോൾ അവിടെ കണ എന്നാ കൊട്ടിച്ചാൽ അപ്പോൾ പിന്നെ പറയൊന്നും വേണ്ട, ഒട്ടുന്നുള്ളത് പൊട്ടും എന്നാക്കും. അല്ല, ഞാൻ പറയണത് ഇങ്ങനെ ഇത്
എൻ്റെ പാഠശാല എന്നത് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ അരങ്ങിലെ ഗുരുനാഥൻ എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുകയാണേ, ഗോപീശാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പറയുന്നതല്ല, അത് എൻ്റെ ചിരകാലത്തെ, അത് ഒരുപക്ഷെ ഞാനും കൂടുതൽ ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ വളരെ തയ്യാറെടുത്തിട്ട് അങ്ങനെ നമ്മളത് അങ്ങനെ ഇത് വിടുമ്പോൾ എനിക്കറിയാം അതാ തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഈ ധാരാളമൊന്നും എഴുതാറില്ല, അങ്ങനെ എഴുതി ധാരാളം പരിചയവും എനിക്കില്ല. എൻ്റെ ഉള്ളിലെ ആശയം എന്ന് പറയുന്നത് ഞാൻ മാഷോടൊക്കെ പറഞ്ഞത്, കൃഷ്ണ മാഷോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആത്മസംഘർഷമാണ്. കഥകളി അരങ്ങിലെ നടന്മാരുടെ ആട്ടങ്ങളെ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ആട്ടങ്ങളെ വേറെ വേറെ തിരിച്ച് ആത്മസംഘർഷം എന്നുള്ള പറഞ്ഞാൽ അറിയണ്ടാവും. നാളെ 2-ാം ദിവസത്തിലെ വേർപാട് ധാരാളം സംഘർഷങ്ങളുള്ള ഒരാട്ടമാണ്. രുക്മാംഗദൻ്റെ രംഗത്തെ ആട്ടം, കർണൻ്റെ ആട്ടം, ഇങ്ങനെ സംഘർഷങ്ങൾ നിറഞ്ഞ ആട്ടമുണ്ട്. ഇതിന് കൊട്ടുന്ന ചില ശൈലികൾ എന്ന പോലെ ആത്മധൈര്യം, ആത്മരോഷം, ആത്മസൗന്ദര്യം, ഇതിനൊക്കെ കാലങ്ങൾ, നിലകൾ, കൊട്ടിൻ്റെ ശബ്ദങ്ങൾ, എൻ്റെ സ്വപ്നം എന്നൊക്കെ പറയണതൊക്കെ അതാണ് നൃത്തം. അപ്പോൾ നമ്മൾ ഈ ആത്മസംഘർഷത്തിൻ്റെ കൊട്ട് ആത്മധൈര്യത്തിന് വേണ്ടതില്ല. നമ്മളിങ്ങനെ വേർപാട്, ഞാൻ എങ്ങനെ പിരിഞ്ഞാൽ എന്ത് ചെയ്യും, അവളെന്ത് ചെയ്യും, ഞാൻ ഈ മൃഗങ്ങളിലുള്ളതൊക്കെ കാട്ടിലൊക്കെ അവളെന്ത് ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു കാലമല്ല വാലിവിജയരാവണൻ്റെ ആട്ടത്തിന് എന്നർത്ഥം. അപ്പോൾ അതിന് ചില ശബ്ദങ്ങൾ കൊട്ടുന്നതിൽ വ്യത്യാസമുണ്ട്. നക്കട്ടിരിക്കലെ കൈലാസം കാണുന്നതിന് നക്കട്ടിരക്ക എന്നുള്ള ചില ശബ്ദങ്ങളുണ്ട്. അതിവിടെ വേണ്ടതില്ല. ആത്മസൗന്ദര്യം ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ആത്മസൗന്ദര്യത്തിന് നക്കട്ടിരക്ക എന്ന് കൊട്ടേണ്ട കാര്യമില്ല. അവിടെ സൗന്ദര്യമായിട്ട് ചില വസ്തുക്കൾ കാണുമ്പോൾ അതിനനുസരിച്ചാണ് കൊട്ടേണ്ടത്. ഇതൊക്കെ എനിക്ക് തോന്നലുണ്ടാക്കിയത് ഞാൻ പുരസ്കാരം എനിക്ക് തന്നപ്പോൾ ഞാൻ ഗോപീശൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. 62 പല്ലും എനിക്ക് ഇപ്പോഴുണ്ട്, ഒന്നും പോയിട്ടില്ല. അതെന്താണ് കാരണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 12-13 വയസ്സിൽ കലാമണ്ഡലത്തിൽ വരുമ്പോൾ സാധാരണ കുട്ടി, കലാമണ്ഡലത്തിൽ ഞാൻ ആശാൻ്റെ കളരിയിൽ കൊട്ടി പരിശീലിച്ചിട്ടാണ് ലവണാസ്രവതമാട്ടെ മറ്റ് കഥകളൊക്കെ. അപ്പം ഞാൻ അങ്ങനെയുള്ളൊരു കുട്ടി തൃശ്ശൂർ ക്ലബിൻ്റെ മഹാന്മാർ വാങ്ങിയ പുരസ്കാരം ഒരു മഹാൻ്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ഞാൻ അത്തരത്തിൽ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കളരി ആശാനാണ് എൻ്റെ അടുത്ത് വാങ്ങുമ്പോഴുള്ള ഒരു സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാണ്. എങ്ങനെയാലും വളരെ കൃതാർത്ഥതയും സന്തോഷവുമുണ്ട്. ഇനി എൻ്റെ അപകടമായ ഒരു വാക്ക്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. കഥകളിയുടെ അവതരണത്തിലുള്ള ധാരാളം ഗുണങ്ങൾ, ദോഷങ്ങൾ, ആലോചനകൾ ഒക്കെ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ആ സംഘടിതം ആയ ഒരു അവതരണം ഉണ്ടോ എന്ന് സംശയമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. വ്യക്തിപരമായ അവതരണങ്ങൾ, പാട്ടാവട്ടെ, കൊട്ടാവട്ടെ, ചുട്ടിയാവട്ടെ, അണിയറയാവട്ടെ, ഏതാവട്ടെ, വ്യക്തിപരമായ അവതരണത്തിലേക്ക് നമ്മുടെ കഥകളിയുടെ അവതരണങ്ങൾ ഒരുപക്ഷെ മറ്റെല്ലാം ആവട്ടെ. ബസ് ഡ്രൈവർ ബസ് ഓടിക്കുകയാണ്, ഡ്രൈവർ അയാളെ സ്പീഡിൽ പോകും. കണ്ടക്ടർ ബെല്ലടിച്ചാൽ അയാൾ സ്പീഡ് കുറയ്ക്കാൻ ഭാവമില്ല. അപ്പോൾ അയാളുടെ വ്യക്തിപരമായ സ്വഭാവത്തിൽ കൂടെ അയാൾ പോകണം. സ്റ്റോപ്പിലല്ലാതെയും കണ്ടക്ടർ ബെല്ലടിക്കും, അപ്പോൾ അവിടെ നിർത്തണം.
അത് അയാളുടെ വ്യക്തിപരമായ ചില ശീലം. ഇങ്ങനെ എല്ലാ മേഖലയിലുമുണ്ട്. സ്വാഭാവികമായും കഥകളിയാണ് എൻ്റെ മേഖല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആവാവോ എന്നെനിക്ക് ചിന്തിക്കാം. ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വ്യക്തിപരമായ നേട്ടങ്ങൾ നമുക്ക് സംഘമായി ചേർന്ന് കലയ്ക്ക് വേണ്ടി, കഥകളിക്ക് വേണ്ടി ഉപയോഗിക്കാറാവണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയാനുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പല മേഖലയിലും ഉണ്ടാവും. ഇപ്പോൾ പുതിയ അവതരണങ്ങൾ, പാട്ടിന് കാലമിടുമ്പോൾ ഇയാൾക്ക് ഈ പദം മാത്രമേ പാടുള്ളൂ. ഈ മധുരധര കോമളവദനയെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ധാരാളം ദീർഘനേരത്തിൽ ഈ പാട്ട് പാടും. ഒരു കലാശം കൊട്ടുന്നതിന് അങ്ങനെ ഞാൻ അതിൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. എൻ്റെ ഒരു തോന്നൽ, എനിക്ക് അത് തെറ്റാണെങ്കിൽ അത് ഞാൻ പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതി. ആ തെറ്റ് ഞാൻ സ്വീകരിച്ചുകൊണ്ട് അതല്ലാതെ വരട്ടെ എന്ന് മാത്രം എൻ്റെ ഒരു അബദ്ധ വാക്ക് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഇന്നെനിക്ക് പുരസ്കാരം ആരുടെ പേരിലാണോ ലഭിച്ചത്, അദ്ദേഹം അന്തരിച്ച കാലത്താണ് ഞാൻ കലാമണ്ഡലത്തിൽ കൊട്ടുപഠിക്കാൻ ചേർന്നത്. 1972 ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനൊരു പുരസ്കാരം എനിക്ക് ലഭിക്കും എന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ മുൻപ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൂന്നാമത്തെ തലമുറയാണ് ഇന്നിത് എനിക്ക് തന്നതെങ്കിൽ ഞാനും അത്തരത്തിൽ ഒരു മൂന്നാം തലമുറയാണ് വാങ്ങിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഓർമ്മ ഒന്നുകൂടി പങ്കിട്ടുകൊണ്ട് എല്ലാ ആചാര്യന്മാരുടെ മുമ്പിലും മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ക്ലബിൻ്റെ മുൻകാല ഭാരവാഹികളെയും ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഭാരവാഹികളെയും എൻ്റെ സന്തോഷവും അനുസ്മരണവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ക്ലബിൻ്റെ 61ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സുദിനത്തിൽ വിശിഷ്ട അതിഥിയായി കഥകളി ലോകത്തെ അതുല്യ പ്രതിഭയായ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സന്നിഹിതനായിരിക്കുന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ്. കലാമണ്ഡലം ഉണ്ണീഷ്ണാശാന് ഡോക്ടർ KN പിഷാരടി സ്മാരക പുരസ്കാരം സമർപ്പിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സസന്തോഷം സമ്മതിച്ച ബഹുമാന്യനായ ഗോപിയാശാനെ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇന്നിവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും സ്മരണിക പ്രകാശനത്തിനുമായി എത്തിച്ചേർന്ന ശ്രീമതി അമൃത മിശ്ര മാഡത്തിനോടൊപ്പം ആണ് സന്ധി പറയുന്നത്. താങ്ക് യു മാം ഫോർ ഗ്രേഷ്യസ്ലി ആക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ ടു ബി എ പാർട്ട് ഓഫ് അവർ anniversary celebrations and for kindly releasing our souvenir. Thank you. ഇന്ന് ഡോക്ടർ KN പിഷാരടി സ്മാരക പുരസ്കാരം നൽകി ആദരിച്ച ശ്രീ കലാമണ്ഡലം ഉണ്ണീഷിനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഇന്നിവിടെ സന്നിഹിതനായ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി കലാമണ്ഡലം സുധ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളും, അവർക്കും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ വാർഷിക ആഘോഷ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ക്ലബിൻ്റെ പേട്രണായ ശ്രീ വിജയകുമാർ സാറിനോട് നന്ദി പറയുന്നു. സുവനീറിനു വേണ്ടി അദ്ദേഹം നൽകിയ വിലമതിക്കാനാവാത്ത പിന്തുണ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. ക്ലബ്ബ് എല്ലാ വർഷവും ഒരു ഉന്നത കലാകാരന് സമർപ്പിച്ചു വരുന്ന ഡോക്ടർ KN പിഷാരടി സ്മാരക പുരസ്കാരത്തിൻ്റെ മുഴുവൻ തുകയും സസ്നേഹം വഹിച്ചു വരുന്നത് ഡോക്ടർ നാരായണ പിഷാരടിയും ഡോക്ടർ കൃഷ്ണ പിഷാരടിയുമാണ്. ഇത്തരത്തിൽ കലാകാരന്മാർക്കുള്ള ഈ പ്രോത്സാഹനത്തിന് അവരോട് നന്ദി അറിയിക്കട്ടെ. ക്ലബിൻ്റെ അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. ശ്രീ കലാമണ്ഡലം ഉണ്ണീഷ്ണാശാനെ പൊന്നാട അണിയിച്ച് ആദരിച്ച ഡോക്ടർ നാരായണ പിഷാരടിയോട് ക്ലബിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പുരസ്കാര ജേതാവായ ശ്രീ കലാമണ്ഡലം ഉണ്ണീഷ്ണാശാനെ മനോഹരമായി സദസ്സിന് പരിചയപ്പെടുത്തിയത് ക്ലബിൻ്റെ
നിർവാഹക സമിതി അംഗമായ ഡോക്ടർ AN കൃഷ്ണമാഷാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തൻ്റെ ഗഹനമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹം ശ്രീ ഉണ്ണീഷ്ണൻ ആശാൻ്റെ ചെണ്ടവാദനത്തിൻ്റെ വൈശിഷ്ട്യങ്ങൾ സദസ്സിനു മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അവതരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചത് ക്ലബ്ബ് ട്രഷററും തൃശ്ശൂരിൻ്റെ കലാ സാംസ്കാരിക വേദികളിൽ സാന്നിധ്യവുമായ ശ്രീ രാജീവ് മേനോനാണ്. ഹൃദ്യമായ വാക്കുകളിലൂടെ സദസ്സിനെ അഭിവാദ്യം ചെയ്ത അദ്ദേഹത്തോടും ക്ലബിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ കളി സ്പോൺസർ ചെയ്ത സർവമംഗള ട്രസ്റ്റിനോട് ക്ലബിൻ്റെ അകൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ കഥകളിയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വാർഷിക ആഘോഷങ്ങൾക്കായി ഭാരതീയ വിദ്യാഭവൻ്റെ ഈ ഹാൾ സൗകര്യപ്രദമായി അനുവദിച്ചു തന്ന വിദ്യാഭവൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് രാധാകൃഷ്ണനോടും നന്ദി അറിയിക്കുന്നു. നമ്മുടെ എല്ലാ പരിപാടികളും നമ്മുടെ മാസ പരിപാടികളോടെ പോലെ ഈ വാർഷിക ആഘോഷങ്ങളുടെയും ഫോട്ടോ എടുക്കുകയും വാർത്തകൾ പത്രമാധ്യമ ഓഫീസുകളിൽ എത്തിക്കുകയും ചെയ്തു വരുന്ന വിജയ് ഫോട്ടോസിലെ അനിലിനും ക്ലബ്ബ് പരിപാടികളുടെ വീഡിയോ എടുത്ത് ക്ലബിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്ന ശ്രീ സുദീപിനും നന്ദി അറിയിക്കുന്നു. നമ്മുടെ പരിപാടികൾക്ക് മികച്ച ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കുന്ന സ്വരം ലൈറ്റ് ആൻഡ് സൗണ്ട്സിനും സർവോപരി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പരിപാടിയെ സഫലമാക്കിയ എല്ലാ ആസ്വാദകർക്കും ക്ലബിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.